മുൻനിര അഭിനേത്രിയും മോഡലുമാണ് അഞ്ജലി. പ്രധാനമായും തമിഴ്, തെലുങ്ക് സിനിമകളിലാണ് നടി പ്രത്യക്ഷപ്പെടുന്നത്. മോഡലിംഗിൽ സജീവമായതിനെ തുടർന്ന് 2 തെലുങ്ക് പ്രൊഡക്ഷനുകളിൽ അഞ്ജലി നായികാവേഷങ്ങളിൽ അഭിനയിച്ചു. താരത്തിന്റെ ആദ്യ ചിത്രം തെലുങ്ക് ത്രില്ലർ ചിത്രമായ ഫോട്ടോ ആയിരുന്നു. പിന്നീട് ജീവയ്ക്കൊപ്പം കത്രദു എന്ന തമിഴ് സിനിമയിൽ ഒരു വേഷം ചെയ്യുകയും ശ്രദ്ധ നേടുകയും ചെയ്തു. 2010-ലും 2011-ലും മികച്ച തമിഴ് നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ്, അങ്ങാടിത്തെരു, എങ്കേയും എപ്പോതും എന്നീ ചിത്രങ്ങളിലൂടെ അഭിനയത്തിന് താരം നേടി. പിന്നീട് തമിഴ് സിനിമയിൽ കൂടുതലും പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള വേഷങ്ങൾ ചെയ്യുന്നതിൽ നടി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2013-ൽ തെലുങ്ക് സിനിമയിലേക്ക് മടങ്ങിയ താരം സീതമ്മ വക്കീറ്റ്ലോ, സിരിമലൈ ചേട്ട്, ബാലുബു, മസാല, ഗീതാഞ്ജലി, ഡിക്റ്റേറ്റർ തുടങ്ങിയ വിജയ ചിത്രങ്ങളുടെ ഭാഗമായി മാറി. സീതമ്മ വക്കീറ്റ്ലോ, സിരിമലൈ പോട്ട്, ഗീതാഞ്ജലി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള 2 നന്ദി അവാർഡുകളും അവർക്ക് ലഭിച്ചു. കൊമേഴ്ഷ്യൽ കഥാപാത്രങ്ങളെ മാത്രമല്ല, നല്ല കാമ്പുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും അവസരം ലഭിച്ച വളരെ ചുരുക്കം തമിഴ് നടിമാരിൽ ഒരാളാണ് അഞ്ജലി. 2006-ൽ അഭിനയ ജീവിതം ആരംഭിച്ച അഞ്ജലി തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമായിട്ട് 17 വർഷത്തോളമായി. തമിഴ്, തെലുങ്ക് സിനിമകൾക്ക് പുറമെ മലയാള സിനിമയിലും അഞ്ജലി ഭാഗമായിട്ടുണ്ട്. നായികയായും സഹനടിയായും ഐറ്റം ഡാൻസറായും അഞ്ജലി പ്രേക്ഷകരുടെ കയ്യടി നേടിയിട്ടുണ്ട്. ഈ അടുത്ത് ഹിറ്റായി മാറിയ റാറാ റെഡ്ഡി എന്ന പാട്ടിലെ അഞ്ജലിയുടെ ചുവടുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സിനിമയ്ക്ക് പുറമെ OTT ലോകത്തും അഞ്ജലി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ തമിഴ് ആന്തോളജിയിൽ ഇരട്ട വേഷത്തിലൂടെ അഞ്ജലി ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴത്തെ Disney+ ഹോട്ട്സ്റ്റാറിൽ ദ ഫാൾ എന്നൊരു സീരീസുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ് അഞ്ജലി. സിനിമയിലെ ഇന്റിമേറ്റ് രംഗങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ഇപ്പോൾ. ഗലാട്ട എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ ആയിരുന്നു നടിയുടെ തുറന്നു പറച്ചിൽ. ഇന്റിമേറ്റ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നുവെന്നാണ് അഞ്ജലി പറയുന്നത്. ഷൂട്ട് എത്രത്തോളം നീളുമെന്ന് പറയാനാകില്ലെന്നും തന്റെ കംഫർട്ട് സോൺ എത്രത്തോളം ഉണ്ടെന്ന് തനിക്കറിയില്ലെന്നും അഞ്ജലി പറയുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ചുംബന രംഗങ്ങൾക്കിടയിൽ താൻ കാരവാനിലേക്ക് ഓടിപ്പോകാറുണ്ടെന്നും അവിടെ ഇരുന്ന് കുറേ നേരം കരയാറുണ്ടെന്നും അഞ്ജലി പറയുന്നു. ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും അത്തരം രംഗങ്ങൾ തന്നെ ട്രിഗർ ചെയ്യാറുണ്ടെന്നും എന്നാൽ ലിപ് ലോക്ക് സീനിന്റെ കാര്യത്തിൽ തനിക്ക് ആശങ്കയൊന്നുമില്ലെന്നും അഞ്ജലി തുറന്നു പറയുന്നു.